ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും മഹത്വമേറിയ, മഹനീയതയുള്ള ഒരു ശുശ്രൂഷ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉത്തരവുമില്ല. അത് പൗരോഹിത്യ ശുശ്രൂഷയാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ, പൗരോഹിത്യം വലിയ രീതിയിലുള്ള വെല്ലുവിളികളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല പുരോഹിതൻ? അല്ലെങ്കിൽ ആരായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു നല്ല പുരോഹിതൻ? എന്നതിനെപ്പറ്റി വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചുള്ള മഹത്വമേറിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ടോം ഒലിക്കരോട്ടച്ചനാണ്. അച്ഛാ, സ്നേഹത്തോടെ അങ്ങ് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അച്ഛാ, ഇപ്പം ഒരു പുരോഹിതൻ ആരായിരിക്കണം എന്നതിനെ പറ്റി പല ഉത്തരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പൊതുപ്രവർത്തകനായിരിക്കണം, ഒരു ആത്മീയ ശുശ്രൂഷകനായിരിക്കണം എന്ന രീതിയിൽ പല ഉത്തരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു പുരോഹിതന്റെ ഈ ലോകത്തിലെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു കടമ എന്താണ്? പൗരോഹിത്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക പൗരോഹിത്യത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അമേരിക്കൻ ചിന്തകനും വാഗ്മിയുമായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ എഴുതിയൊരു പുസ്തകം. ദ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ. പുരോഹിതൻ അവന് സ്വന്തമല്ല എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. യഥാർത്ഥത്തിൽ പൗരോഹിത്യം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഒരു ലളിതമായ ഉത്തരം ഈ ഗ്രന്ഥത്തിൻ്റെ പേരിൽ തന്നെയുണ്ട്. പുരോഹിതൻ അവൻ്റെ സ്വന്തമല്ല, ഒരാളാണ്. അപ്പോൾ സമകാലികമായ പ്രതിസന്ധികൾ പലതും പൗരോഹിത്യത്തെക്കുറിച്ചിൻ്റെ അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഒക്കെയുള്ള വിചാരങ്ങളെല്ലാം വരുമ്പോൾ ഈ ഉത്തരം കിട്ടേണ്ട ചോദ്യം പുരോഹിതൻ അവന് സ്വന്തമല്ലെങ്കിൽ പിന്നെ ആരുടെ സ്വന്തമാണെന്നുള്ളതാണ്. ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ കത്തോലിക്ക പുരോഹിതൻ ആരാണെന്ന് അയാൾക്കും സമൂഹത്തിനും മനസ്സിലാവാൻ പോകുന്നത്. പുരോഹിതൻ, കത്തോലിക്ക സഭയിലെ പുരോഹിതൻ ആരുടെ സ്വന്തമാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതാണ് സച്ചർദോത്തെ അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ വാക്കിൻ്റെ തന്നെ വേർതിരിക്കപ്പെട്ട ആളെന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആളാണ്. അപ്പോൾ അയാൾ മനുഷ്യരോട് കാണിക്കുന്ന സ്നേഹവും സമർപ്പണവും സേവനവും ഒക്കെ എന്തിൻ്റെ പേരിലാണ്? അയാൾ ദൈവത്തോട് നടത്തിയ കമ്മിറ്റ്മെൻറ്റിൻ്റെ, വിശ്വസ്തതയുടെ, വാക്കിൻ്റെ, ദൈവവുമായുള്ള അയാളുടെ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നിട്ടാണ് എല്ലാ മനുഷ്യരോടുള്ള സ്നേഹവും ബന്ധങ്ങളും അയാൾ പടുതുയർത്തേണ്ടത്. ഈ ദൈവവുമായുള്ള അയാളുടെ ബന്ധം, അയാൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള തിരിച്ചറിവ് ആത്യന്തികമായി പുരോഹിതൻ ഒരു ദൈവിക മനുഷ്യനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് വരുന്നത്. ആ ദൈവിക മനുഷ്യനാണ് ദൈവത്തോടുള്ള അയാളുടെ ഇഴയെടുപ്പത്തെ മനസ്സിലാക്കാതെയും അതിനെ ശ്രദ്ധിക്കാതെയും പോകുന്നതാണ് എല്ലാ കാലത്തും പൗരോഹിത്യം നേരിടുന്ന അസ്തിത്വപരമായ പ്രതിസന്ധി എന്ന് പറയും. അയാൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, എന്നാൽ അയാൾക്കത് മനസ്സിലാവുന്നില്ല. അത് അയാളുടെ മുമ്പിലുള്ള ചുറ്റുമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് പൗരോഹിത്യത്തിൻ്റെ പ്രതിസന്ധി. അതുകൊണ്ട് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആവർത്തിച്ച പുരോഹിതർക്കുള്ള പ്രസംഗങ്ങളിൽ പഴയ ഒരു വാചകം പുരോഹിതനെ കുറിച്ചുള്ളത് ആവർത്തിക്കും. ആൾട്ടർ ക്രിസ്തു, അനദർ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. മറ്റൊരു ക്രിസ്തുവാകുവോളം ഉള്ളിൽ രൂപാന്തരപ്പെടേണ്ട നടക്കേണ്ട ആളാണ് പുരോഹിതൻ. അയാളുടെ വിളി ഒരു ക്രിസ്തുവാകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക എന്നുള്ള ദൗത്യത്തെയും ദൈവിക മനുഷ്യനാണെന്നുള്ള അസ്തിത്വത്തെയും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് പ്രതിസന്ധികളുടെ ഒക്കെ ആരംഭമാണ്. അച്ഛൻ സൂചിപ്പിച്ചു, അതായത് മറ്റൊരു ക്രിസ്തുവായി തീരുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ലോകത്തിന് പകർന്നു കൊടുക്കുക, അതാണ് ഒരു പുരോഹിതന്റെ ഏറ്റവും പരമമായ ധർമ്മം. പക്ഷെ ഒരു പുരോഹിതൻ, വൈദികൻ, അത് ഏത് ശുശ്രൂഷയിൽ ആ വൈദികൻ ഏർപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ ഏത് പദവിയിൽ എത്തിക്കോട്ടെ, ഏത് പ്രദേശത്തായിക്കോട്ടെ, ആ പുരോഹിതന്റെ, വൈദികന്റെ ആത്യന്തികമായിട്ടുള്ളൊരു കടമ, ദൗത്യം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന അർപ്പണം. അതിൽ പല എന്താ പറയുക, ചില മൂല്യച്യുതികൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നില്ല. പുരോഹിതന്, കത്തോലിക്ക പൗരോഹിത്യത്തെക്കുറിച്ച് സഭയ്ക്ക് 3 ദൗത്യങ്ങളാണ് പുരോഹിതനുള്ളത്. ഒന്നാമത്തെ പരമമായ ദൗത്യവും അയാൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവവചനം പ്രഘോഷിക്കണം. അതാണ് നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, പുരോഹിതൻ അധരത്തിൽ വിജ്ഞാനം സൂക്ഷിക്കണം, ജനം അത് തേടി അവനെ വരണം. മലാക്കി പറയുന്നുണ്ട്, അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. അപ്പോൾ ഈ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും സഹജമായ ദൗത്യത്തിൽ ഒന്ന് വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ദൈവജനത്തെ പഠിപ്പിക്കണം, രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കണം, ആത്മാക്കളുടെ വിലയെക്കുറിച്ച് പഠിപ്പിക്കണം. അതിനേക്കാളൊക്കെ ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കണം. യഥാർത്ഥത്തിൽ പൗരോഹിത്യം ഈ പഠിപ്പിക്കൽ, നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കാൻ, ബോധ്യം ജനിപ്പിക്കാൻ
നിയോഗിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. നമ്മുടെ ജീവിതം, മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ തീരുന്നതല്ല. ഇതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. അതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ് യഥാർത്ഥത്തിൽ ഓരോ പുരോഹിതൻ. അതുകൊണ്ട് അയാളുടെ പഠിപ്പിക്കലുകളൊക്കെയും നിത്യതയെക്കുറിച്ചും ആത്മാവിൻ്റെ വിലയെക്കുറിച്ചും ആവണം. അതുകൊണ്ടാണ് നമ്മൾ ഈ അടുത്ത് വളരെ ശ്രദ്ധ നേടിയ ലയോ മാർപ്പാപ്പയുടെ ഒരു വാചകം ഉണ്ടല്ലോ, എൻ്റെ പരമമായ ദൗത്യം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്, ലോകത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതല്ല. അതാണ് യഥാർത്ഥ പൗരോഹിത്യൻ നേച്ചർ പറയാണ്. ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള. കാരണം അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നാണ്. കേൾവി എങ്ങനെയാണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോൾ ആരും പ്രസംഗിക്കുന്നില്ലെങ്കിലോ കേൾവികളില്ലാതാവുന്നു, വിശ്വാസം ഇല്ലാതാവും. അതുകൊണ്ട് ഏത് കാലത്ത് ജീവിച്ചാലും ഒരു കത്തോലിക്ക പുരോഹിതനിൽ നിന്ന് സഭ അയാളുടെ ആദ്യത്തെ ദൗത്യമായിട്ട് പറയുന്നത് പഠിപ്പിക്കുക, ദൈവവചനം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പൗരോഹിത്യ ധർമ്മമാണ് വിശുദ്ധീകരിക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ ഈ വിശുദ്ധീകരിക്കുന്ന കൃപാവരത്തെ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ഒരു ഉപകരണമായിട്ട് അയാൾ മാറുക. ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ഗ്രേസ് എന്ന് നമുക്ക് വിളിക്കാം. ഒരു കൃപയുടെ ഉപകരണമായിട്ട് മാറും. അവിടെ കൂദാശകളും അതിൽ പരിശുദ്ധ കുർബാനയും അവിടെയാണ് വരുന്നത്. ഒരുപക്ഷെ പൗരോഹിത്യ ജീവിതത്തെ നമുക്ക് കുർബാനയിൽ നിന്ന് മാറ്റി ഒരു പുരോഹിതനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ പെസഹ വ്യാഴാഴ്ച കർത്താവ് പൗരോഹിത്യം കുർബാനയും ഒരേ സമയത്താണ് സ്ഥാപിക്കുന്നത്. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അതേ സമയത്താണ് പൗരോഹിത്യവും സ്ഥാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുർബാന എന്ന് പറയുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയും ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ്, ഉറവിടമാണ് ജീവിതത്തിന്റെ. അപ്പോൾ ആ കുർബാനയുടെ സൂക്ഷിപ്പുകാരനായിട്ടും അതിൻ്റെ ശുശ്രൂഷകനുമാണ് പുരോഹിതൻ. കുർബാനയിൽ നിന്ന് എപ്പോഴാണോ ഒരു പുരോഹിതൻ മാറുന്നത്, അവിടെ അയാൾക്ക് അസ്തിത്വമില്ല. അയാൾ പിന്നെ എത്ര വലിയ കാര്യങ്ങളെക്കുറിച്ചോ വലിയ തത്വങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ അയാൾ പറഞ്ഞിട്ടും അയാൾക്ക് കുർബാനയിൽ നിന്ന് അയാളുടെ ജീവിതം മാറിക്കഴിഞ്ഞാൽ പിന്നെ കത്തോലിക്ക സഭയിൽ ഒരു പൗരോഹിത്യം ഇല്ല. കുർബാനയിൽ നിന്ന് മാറി ഒരു ശരാശരി അൽമായൻ ഒരു ജീവിതമുണ്ട്. ഒരു അൽമായൻ, ഒരു വിശ്വാസിക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി ജീവിതമില്ല. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് യൂക്കറിസ്റ്റ് ഈസ് എ സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. വളരെ കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിന്റെ രണ്ടാമത്തെ കടമയാണ് വിശുദ്ധീകരിക്കണം. എങ്ങനെയാണ് അയാൾ വിശുദ്ധീകരിക്കുന്നത്? കൂദാശകളാണ് സഭയിൽ ഒരു വ്യക്തിക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ. മാമോദീസായിലൂടെ ഉത്ഭവപാപം, അതുപോലെ തന്നെ കുമ്പസാരം എന്ന കൂദാശയിലൂടെ കർമ്മപാപങ്ങൾ, ഓരോ വിശുദ്ധ കുർബാന അർപ്പണങ്ങൾ, രോഗീലേപനം, കുദാശകളൊക്കെയും ഓരോ ജീവിതാന്തസ്സിലേക്ക് വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ സഹായിക്കുകയാണ്. അപ്പോൾ പൗരോഹിത്യത്തിന് രണ്ടാമത്തെ ധർമ്മം വിശുദ്ധീകരിക്കാൻ. മൂന്നാമത്തെ ധർമ്മം അയാൾ നയിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവജനത്തെ നയിക്കേണ്ട ആളാണ്. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? ആ യാത്രയുടെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മുടെ വിചാരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആ യാത്ര സ്വർഗത്തിലേക്കാണ്, പിതാവായ ദൈവത്തിലേക്കാണ്. അതുകൊണ്ടാണ് ജൂബിലി വർഷം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, എല്ലാ പിൽഗ്രിമേജുകളും ആത്യന്തികമായി ദൈവപിതാവിലേക്കാണ്. ദൈവപിതാവിലേക്കുള്ള തീർത്ഥാടനമാണ് ഈ ലോകത്തെ നമ്മുടെ ജീവിതം. അങ്ങനെയാണെങ്കിൽ ആ തീർത്ഥാടനത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആളാണ് പുരോഹിതൻ. അയാളുടെ വാക്കും അയാളുടെ പ്രവൃത്തികളും നിത്യതയിലേക്ക് നോക്കാൻ മനുഷ്യരെ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ആ നിത്യതയിലേക്ക് നോക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ലോകത്തിന്റെ ചിന്താഗതികളുണ്ട്, വിശ്വാസ നിഷേധങ്ങളുണ്ട്, ഭൗതികമായ ആകർഷണങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അപ്പുറം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയും അതിലേക്ക് നോക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. ആൻഡ്രൂ ഗ്രില്ലി എന്ന് പറഞ്ഞൊരു ചിന്തകനുണ്ട്. അദ്ദേഹം ഇങ്ങനെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയും, ധാർമ്മികമായ പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെ ഉണ്ടെങ്കിലും പുരോഹിതൻ അവൻ ജീവിക്കുന്ന കാലത്തെ നിത്യതയുടെ അടയാളങ്ങളാണെന്നാണ് പറയുന്നത്. സൈൻ ഓഫ് എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ കണ്ടിട്ട് വേണം സാധാരണ ആളുകൾക്ക് ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ, അല്ല അടയാളപ്പെടുത്തുക. അപ്പോൾ അയാളുടെ ഈ വെള്ള ഉടുപ്പും അയാളുടെ പൗരോഹിത്യ സമർപ്പണ ജീവിതവും അയാൾ അനുഷ്ഠിക്കുന്ന ബ്രഹ്മചര്യവും ഇതെല്ലാം അടയാളങ്ങളാണ്. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള ഉറപ്പാണ് പുരോഹിതൻ തരുന്നത്. അപ്പോൾ ഈ ത്രിവിധ ദൗത്യങ്ങൾ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക, ഈ പൗരോഹിത്യ ദൗത്യത്തെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവിലൂടെയാണ് പുരോഹിതൻ ദൈവത്തിൻ്റെ സ്വന്തമായ മനുഷ്യൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്. അതാണ് സഭ പൗരോഹിത്യത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത്. അങ്ങനെയാണ്.
അച്ഛൻ പറഞ്ഞു ഇപ്പം ഒരു പുരോഹിതന്റെ യഥാർത്ഥത്തിലുള്ള ദൗത്യം എന്താണെന്ന് വെച്ചാൽ മനോഹരമായിട്ട് പങ്കുവച്ചു. പക്ഷെ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഈ ദൗത്യങ്ങളിൽ നിന്നും മാറി ഒരു ആക്ടിവിസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് പോകുന്ന വൈദികർക്ക് അല്ലെങ്കിൽ പുരോഹിതർക്കാണ് പലപ്പോഴും ലോകത്തിന്റെ കൈയടികൾ കിട്ടുന്നത്, സെക്യുലർ മാധ്യമങ്ങളുടെ കൈയടികൾ കിട്ടുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളുടെ കൈയടികൾ കിട്ടുന്നത്. അപ്പോൾ അത് പലപ്പോഴും ചിലരെയെങ്കിലും വഴിതെറ്റിക്കുന്നില്ലേ? അത് ഒരു അപജയം തന്നെയാണ്. ലോകത്തിന്, നമ്മൾ ജീവിക്കുന്ന ഒരു സെക്കുലർ വേൾഡിന് ആത്മാവിനെ കുറിച്ചോ അതിൻ്റെ വിലയെക്കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന് ആത്മാവ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഈ ലോകത്തിന്റെ ചിന്തയ്ക്കെതിരാണ്. അപ്പോൾ അവർ ലൗകിക കാര്യങ്ങളിൽ, സാമൂഹ്യ സേവനങ്ങളിൽ ഏർപ്പെടുന്നതാണ് പ്രധാന പൗരോഹിത്യ ധർമ്മം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൊടുക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് പുരോഹിതന്റെ മുമ്പിലെ പ്രലോഭനം കൂടിയാണെന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ വളരെ കൃത്യമായി പറയുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് 2010 ഒരു സംഘം പുരോഹിതരെ അഭിമുഖീകരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഒരു സാമൂഹിക പ്രവർത്തകനാകാനുള്ള പ്രലോഭനത്തിൽ നിന്ന് ഓടിയകലണം. കാരണം അതൊരു പ്രലോഭനമാണ്. ആ പ്രലോഭനത്തിൽ വീണുപോയാൽ വിശുദ്ധീകരിക്കുന്നവനും പഠിപ്പിക്കുന്നവനും നിത്യതയിലേക്ക് നയിക്കുന്നവനുമാകണമെന്നുള്ള പുരോഹിതന്റെ യഥാർത്ഥ ജീവിത ദൗത്യത്തിൽ നിന്ന് അത് നിങ്ങളെ വ്യതിചലിപ്പിക്കും. സാമൂഹ്യ പ്രവർത്തനം ആർക്കും ചെയ്യാം. ലോകത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും ചെയ്യുന്ന അതാണ്. 2015-ലോ 2016-ലോ വത്തിക്കാനിൽ വെച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു സിനഡ് നടന്നു. അന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പേപ്പർ അവതരിപ്പിച്ചെങ്കിലും വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു അവതരണം പോളിഷ് ഡോക്ടറൽ അസോസിയേഷന്റെ ഹെഡായിട്ടുള്ള അൽക്ക മരിയ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. അവര് ലൗദാത്ത സി ഇറങ്ങിയിട്ട് തൊട്ടുള്ള സമയമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ചൊക്കെ മാർപ്പാപ്പയുടെ ഒരു വ്യാകുലത വന്ന സമയത്താണ്. അവർ ആ സദസ്സിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുമ്പിൽ വെച്ച് പറയാണ്, റോം ലോകത്തോട് പറയണമെന്ന് ഞങ്ങൾ അൽമായർ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞ ആദ്യത്തെ പ്രഘോഷണത്തിന്റെ വാക്കുകൾ തന്നെയാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പറയാനും ലിംഗസമത്വത്തെക്കുറിച്ച് പറയാനും ലോകത്തിന്റെ അനീതികളെക്കുറിച്ച് പറയാനും ഒക്കെ ഇവിടെ ധാരാളം ആളുകളും സംഘടനകളും ഉണ്ട്. പക്ഷെ ആത്മരക്ഷയെക്കുറിച്ച് പറയാൻ, ഈ ലോകത്തോട് മാനസാന്തരപ്പെടാൻ പറയാൻ പരിശുദ്ധ കത്തോലിക്കാ സഭയല്ലാതെ വേറൊരു സംവിധാനം ഇല്ല. ചില തെറ്റുകൾ പാപമാണെന്ന് ലോകത്തോട് പറയാൻ ധാർമ്മിക ബലവും ദൗത്യവും ഉള്ളത് ഈ സഭയ്ക്ക് മാത്രമാണ്. ആരാണ് പുരോഹിതൻ? പുരോഹിതൻ ഈ സഭയുടെ പുത്രന്മാരാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ തന്നെയാണ് പുരോഹിതരെ വിളിക്കുന്നത് യു ആർ ദ സൺസ് ഓഫ് ദ ചർച്ച് എന്നാണ് പറഞ്ഞത്. സഭയുടെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ സഭയെ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ മാനസാന്തരപ്പെടാൻ പറയാനുള്ള ദൗത്യം നിറവേറ്റുകയാണ് പുരോഹിതൻ ആദ്യം ചെയ്യേണ്ടത്. മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ചിലപ്പോൾ നമ്മളൊരു ഇടവക വികാരിയാണ്, പാവപ്പെട്ട ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, തീർച്ചയായിട്ടും അവരിലേക്ക് നമ്മുടെ ശ്രദ്ധയും കരുതലും തീർച്ചയായിട്ടും എത്തണം. യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകാതെ പോകുന്നത് അവിടെ ഒരു വിശ്വാസികളുടെ സമൂഹം രൂപപ്പെടുന്നില്ലേ. സുവിശേഷം യഥാർത്ഥത്തിൽ പ്രഘോഷിക്കുമ്പോൾ വിശ്വാസികളുടെ സമൂഹം രൂപപ്പെടുകയാണ്. കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ ആ സമൂഹം ബലപ്പെടുകയാണ്. ഈ വിശ്വാസികളുടെ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പസ്തോല പ്രവർത്തനം കൃത്യം പറയണം. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടായിരുന്നില്ല. അവരെല്ലാം സ്വന്തമായിട്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു കൊടുത്തു. അവരുടെ ഒരു ഹൃദയൈക്യം, ആഹ്ലാദം ഉണ്ടായിരുന്നു. ഇന്ന് വിശ്വാസികളുടെ സമൂഹത്തിൽ ദാരിദ്ര്യമുണ്ട്, ഭിന്നതകളുണ്ട്, തിരിച്ചു വ്യത്യാസങ്ങളുണ്ട്, അവിടെ ആത്മീയ സന്തോഷമില്ലെന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം പുരോഹിതൻ നടത്താതെ അയാൾ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ആകർഷണത്തിലേക്കും പ്രലോഭനത്തിലേക്കും വീണു പോകുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? വിശ്വാസികളുടെ സമൂഹം രൂപപ്പെടുന്നില്ല, ഭിന്നതയായി. അപ്പം പുരോഹിതൻ തിരിച്ചറിയേണ്ട പരമമായ ദൗത്യം, നമ്മൾ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള അഗാധ ജ്ഞാനമുള്ള മനുഷ്യർ ഒരുപക്ഷെ നൂറ്റാണ്ടിലൊക്കെ അപൂർവമായി ജനിക്കുന്ന ആളുകളാണ്. വളരെ കൃത്യമാണ് പറയുന്നത്. പുരോഹിതൻ സാമൂഹ്യ പ്രവർത്തകൻ ആകാനുള്ള പ്രലോഭനത്തിൽ വീണു പോകരുത്. അയാൾ ആത്മീയ മനുഷ്യനാണ്, കൂദാശകളുടെ സൂക്ഷിപ്പുകാരനാണ്, വചനത്തിന്റെ പ്രഘോഷകനാണ്. അപ്പോൾ ഈ ഒരു സ്വത്വത്തെക്കുറിച്ച്, അസ്തിത്വത്തെക്കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് പുരോഹിതന് ഉണ്ടാകുകയും അയാൾ അത് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായ വ്യതിയാനങ്ങൾ അയാൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ ഉണ്ടാകും. ഒലിവർ ഗോൾഡ് സ്മിത്തിന്റെ ഒരു വളരെ പ്രസിദ്ധമായ നോവലാണ് ദ വിക്കാർ ഓഫ് ബേക്ക്ഫീൽഡ് എന്ന് പറയുന്ന ഒരു നോവൽ. അതിനകത്ത് ഒരു ഇടവക വികാരിച്ചനുണ്ട്. അദ്ദേഹം ഗ്രാമവഴികളിലൂടെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങും. അപ്പൊ ആളുകൾ ഈ വികാരിച്ചനെ നടപ്പ് കാണാൻ ഇങ്ങനെ വീടിന്റെ വേലിക്ക് വന്ന് നോക്കി നിൽക്കും. അതിന്റെ കമന്റ് ഇങ്ങനെയാണ്: സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുനാഥൻ ഇറങ്ങി വന്ന് തങ്ങൾക്കിടയിലൂടെ നടക്കുന്നതായിട്ടാണ് വികാരിച്ചൻ നടന്നു പോകുമ്പോൾ ആളുകൾക്ക് തോന്നിയത്.
ഇതാണ് പൗരോഹിത്യം, ആൾട്ടർ ക്രിസ്തുസ് എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിനെ മനുഷ്യന് ഈ കാലഘട്ടത്തിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മഹനീയമായ ദൗത്യമാണ്. അപ്പൊ ലോകത്തിന്റെ സെക്കുലർ വേൾഡിന്റെ പ്രലോഭനങ്ങളല്ല, സഭയും ദൈവവും ആത്മാവിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ദൗത്യമാണ് പുരോഹിതനായി ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. എപ്പോഴും ഓർക്കേണ്ട കാര്യം, പുരോഹിതൻ അയാളുടെ സ്വന്തമല്ല, അയാൾ ദൈവത്തിൻ്റെതാണെന്നുള്ളത്. വളരെ കറക്റ്റാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. പലപ്പോഴും നമുക്കറിയാം, സഭയുടെ ഒരു കെട്ടുറപ്പിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അനുസരണമാണ്. നമുക്കറിയാം, അച്ഛൻ ഒരു വൈദികനാണ്. അച്ഛൻ എപ്പോഴെങ്കിലും ഈ ഒരു അനുസരണം ഒരു അടിമത്തമായിട്ട് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനത്തെ ഒരു വ്യാഖ്യാനങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. നമ്മൾ ഓരോ പുരോഹിതനും പുരോഹിതനാകുന്ന ഒരു സമയം, പൗരോഹിത്യ ശുശ്രൂഷ സമയമുണ്ട്. ഏകദേശം 27-28 വയസ്സിന് മുകളിലോട്ടാണ് ഈ ഒരു കർമ്മം നടക്കുന്നത്. അപ്പൊ നീണ്ട 11 വർഷത്തെ സെമിനാരി പരിശീലനങ്ങളുണ്ട്. അവിടെയൊക്കെ അയാൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ ആ പറഞ്ഞ വാക്കിൽ തന്നെയുണ്ട്, പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ, അയാൾ ദൈവത്തിൻ്റെതാണ്. അയാൾക്ക് ചോയ്സ് ഉണ്ട്. നമുക്ക് എവിടെ വരെയാണ്? ഈ പൗരോഹിത്യം സ്വീകരിക്കാൻ മെത്രാന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് വരെ എനിക്ക് എൻ്റെ ജീവിതവും എൻ്റെ ഇഷ്ടവും തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. അവിടെ മുട്ടുകുത്തിയിട്ടൊരു വിശ്വാസ പ്രതിജ്ഞ നടത്തും. അയോഗ്യനായ ഞാൻ ശംശാന എന്ന് പറഞ്ഞ് മെത്രാന്റെ മുമ്പിൽ നടത്തുന്ന ഒരു വിശ്വാസ പ്രതിജ്ഞ, കത്തോലിക്കാ സഭയുടെ വിശ്വാസത്യങ്ങൾ. എന്നിട്ട് അയാൾ അവിടെ പറയുന്നുണ്ട്, എനിക്ക് ഗ്രാഹ്യങ്ങളാണെങ്കിലും അല്ലെങ്കിലും പരിശുദ്ധ റോമാ മാർപ്പാപ്പയുടെ കൽപ്പനകളെ ലംഘിക്കുകയില്ലെന്നും, എനിക്ക് പട്ടം തരുന്ന ഈ മെത്രാന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞാൻ വാഗ്ദാനം ചെയ്തു. ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്നല്ല, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്നല്ല. ഈ നിമിഷം മുതൽ, ഈ കഴിഞ്ഞ 11 വർഷത്തെ പൗരോഹിത്യത്തിൽ, അല്ലെ എൻ്റെ 10-28 വയസ്സ് എൻ്റെ ഒരു ജീവിതത്തിൽ പൂർണ്ണ ബോധത്തോടെ പറയാണ്, ഇനി മുതൽ സഭയും ദൈവവും എൻ്റെ പരിഗണനയുടെ പ്രധാന വിഷയമാണ്. ഞാനല്ല ഇനി മുതൽ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇത് പറഞ്ഞ പുരോഹിതന് അയാൾ ബോധത്തോടെ ചിന്തിച്ച് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് വിശുദ്ധ സുവിശേഷത്തെ തൊട്ട്, വിവാഹ ഉടമ്പടി അങ്ങനെയല്ലേ, ആ ചെയ്യുന്ന പ്രതിജ്ഞയ്ക്ക് അയാൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിന് വാക്കാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്, അല്ലേ നമ്മൾ അത് പിന്നെ അങ്ങോട്ട് അയാൾക്ക് അയാളുടെ ജീവിതം ജീവിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ ജീവിക്കുന്നെങ്കിൽ അയാൾ സത്യസന്ധനല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പൗരോഹിത്യത്തെക്കുറിച്ച് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, പ്രതിസന്ധികളും ധാരാളം വെല്ലുവിളികളും ഉണ്ട്. യഥാർത്ഥത്തിൽ പൗരോഹിത്യത്തിൻ്റെ പ്രസക്തി പോലും മനുഷ്യർ വേണ്ടവിധം മനസ്സിലാക്കുന്നുണ്ടാവില്ല. അവരുടെ സേവനത്തിൻ്റെ മഹത്വം വിശ്വാസികൾ പോലും ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. പക്ഷെ എപ്പോഴും മനസ്സിലോർക്കേണ്ട ഒരു കാര്യം, അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അയാളുടേതല്ലാതായി മാറാനുള്ളൊരു വിളിയാണ്, ദൈവത്തിൻ്റെതാവാനുള്ളൊരു വിളിയാണ്. അവിടെ സ്വന്തമായ ചോയ്സുകൾക്കും സ്വന്തം പേരിനും സ്വന്തം നിലപാടുകൾക്കുമല്ല, ദൈവത്തിന് വേണ്ടിയുള്ള സാക്ഷ്യത്തിനാണ് പിന്നെ സ്ഥാനമുള്ളത്. വളരെ നന്ദി അച്ഛൻ. പ്രത്യേകിച്ച് പൗരോഹിത്യത്തെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ചിന്തകൾ, ആശയങ്ങൾ അച്ഛൻ പങ്കുവച്ചു. നല്ല പുരോഹിതരെ, നല്ല വൈദികരെ സഭയ്ക്ക് ദൈവം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.